മമ്മൂട്ടി എന്ന താരം നെഗറ്റീവാണ്. നെഗറ്റീവ് എന്താടാ നീ പറയണേ? നമ്മുടെ മമ്മൂട്ടി നെഗറ്റീവാ? നീ എന്ത് വർത്താനടായി പറഞ്ഞ? നീ മേലാക്ക നീ ആ വർത്താനം നീ പറയരുത്. അങ്ങനെ നമ്മുടെ മമ്മൂക്ക നെഗറ്റീവാണെന്നല്ല, നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്ത് മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടി ചെയ്ത നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ചെറിയൊരു പരിശോധന, ഒരു കുഞ്ഞു പരിശോധന. അതായത് നമ്മുടെ മമ്മൂക്ക മുന്നറിയിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് കേട്ടണ്ട? വേണു സംവിധാനം ചെയ്ത ചിത്രമാണ്. വേണു ക്യാമറമാനൊക്കെയാണ്. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് മുന്നറിയിപ്പ്. ആ ചിത്രത്തിൽ മമ്മൂക്ക CK രാഘവൻ എന്ന കഥാപാത്രത്തെ ചെയ്തു. കിടിലനായിരുന്നു, കിടിലൻ. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ പടം കണ്ട ആരും CK രാഘവനെ മറക്കില്ല. അതേപോലത്തെ നെഗറ്റീവ് ഷെയ്ഡ് ആണ് മമ്മൂക്ക പിടിച്ചിട്ടുള്ളത്. അത് അങ്ങേരുടെ ഒരു അഭിനയ സിദ്ധി തന്നെയാണ്, അടിപൊളിയാണ്. ഉണ്ണിയാറായിരുന്നു തിരക്കഥ ഒരുക്കിയത്. ഉണ്ണിയാറിനെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. കാരണം വേണുവിന് അത് തിരക്കഥ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി സമയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നിടന്ന് നാളുകൾ നീണ്ടു പോകുന്നതുകൊണ്ട് ചെറുകഥാകൃത്താണ് ഉണ്ണിയാർ, അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ വേഗത്തിൽ തന്നെ തിരക്കഥ എഴുതി വേണുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ പടം അടിപൊളിയാക്കി അവർ കൈകാര്യം ചെയ്തു. മുന്നറിയിപ്പിലെ CK രാഘവൻ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്, അടിപൊളിയാണ്. മമ്മൂക്ക ചെയ്ത നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്, നെഗറ്റീവ് റോളാണ് CK രാഘവൻ, മുന്നറിയിപ്പിലെ CK രാഘവൻ. ഇനി നമ്മൾ നോക്കുന്നത് പുഴു എന്ന ചിത്രത്തെക്കുറിച്ചാണ്. പുഴു 2022 ഇറങ്ങിയ ചിത്രമാണ് പുഴു. ആ ചിത്രത്തിൽ സുഹാസ്, ഷറഫ്, ഹർഷാദ് ഇവരൊക്കെ ചേർന്നിട്ട് തിരക്കഥ ഒരുക്കിയ ഒരു അടിപൊളി കഥാപാത്രമായിരുന്നു കുട്ടൻ. മമ്മൂക്ക ചെയ്ത കുട്ടൻ എന്ന കഥാപാത്രം അടിപൊളിയല്ലേ? സൂപ്പർ കഥാപാത്രം. ചെറിയൊരു സിനിമയായിരുന്നു പുഴു എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ആ സിനിമ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. പക്ഷേ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് നമ്മുടെ മമ്മൂക്കക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് പുള്ളി അത് ചെയ്തു. ചില താരപദവിയിൽ നിൽക്കുന്ന നടന്മാർക്കൊന്നും ചിലപ്പോൾ ഒരു നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ മമ്മൂക്ക ഈസി ആയിട്ട് പുഴുവിൽ ചെയ്തു. 2022 രതീന എന്ന സ്ത്രീ കരുത്തായി വന്ന സംവിധായക ഒരുക്കിയ ചിത്രമായിരുന്നു പുഴു. അതിലെ കുട്ടൻ സൂപ്പറായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 1994 എന്ന വർഷത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ വിധേയൻ എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാ? ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാവും. ആ ചിത്രത്തിൽ മമ്മൂക്ക ചെയ്തൊരു നെഗറ്റീവ് റോളുണ്ട് മോനെ, ഭാസ്കര പട്ടേലർ. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ കഥയും തിരക്കഥയൊക്കെ റെഡിയാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വിധേയനിലെ ഭാസ്കര പട്ടേലർ. അടിപൊളി സംഭവം. പോൾ സക്രിയയുടെ നോവലുണ്ട് ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും. ആ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയായിരുന്നു വിധേയൻ. ഈ ചിത്രത്തിൽ ഗോപകുമാർ അവതരിപ്പിച്ച കഥാപാത്രമുണ്ട് തൊമ്മി എന്ന് പറഞ്ഞൊരു പാവം പിടിച്ച തൊമ്മി. അപ്പോൾ ആ പാവം പിടിച്ച തൊമ്മിയുടെ മുന്നിലായിട്ട് നമ്മുടെ ഭാസ്കര പട്ടേലർ ഇങ്ങനെ ജ്വലിച്ചു നിന്നു. മമ്മൂക്ക ചെയ്ത 1994 ചെയ്ത വില്ലൻ കഥാപാത്രം, അടിപൊളി നെഗറ്റീവ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ, ഇതാണ്. പിന്നെ അതേപോലെ തന്നെ 2019 എന്ന വർഷത്തിൽ മമ്മൂക്കയെ വെച്ചുകൊണ്ട് നമ്മുടെ രഞ്ജിത്ത് ഒരുക്കിയ സിനിമയായിരുന്നു പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ. മമ്മൂക്ക എന്ന ആ താരം മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി ആയിട്ട് മാറിയ ചിത്രം. അടിപൊളി റോളായിരുന്നു മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി. എന്താ മോനെ, അടിപൊളി റോളല്ലേ? കിഡു റോളാണ്. മമ്മൂക്ക ചെയ്ത നെഗറ്റീവ് കഥാപാത്രമായിരുന്നു പാലേരി മാണിക്യത്തിലേത്. പിന്നെ അതേപോലെ തന്നെ 2024 രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരു ചിത്രം അങ്ങനെ മലയാളികൾ കണ്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. ഈ 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമോ എൻ്റെ മോനെ ആര് കാണാനാ? അങ്ങനെ ചോദിച്ചവർ, അങ്ങനെ ഊഹാപോഹങ്ങളോടെ ചോദിച്ചവർ ഞെട്ടിപ്പോയ ചിത്രമായിരുന്നു. കൊടുമ്പൻ പോറ്റിയായിട്ട് നമ്മുടെ മമ്മൂക്ക അങ്ങനെ മാറിയപ്പോൾ ഞെട്ടി എന്ന് പറയല്ല, ഞെട്ടി തരിച്ചു പോയി. കൊടുമ്പൻ പോറ്റി നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കഥാപാത്രം മലയാള സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടറിഞ്ഞിട്ടില്ല, കേട്ടറിഞ്ഞിട്ടില്ല. ലോക സിനിമ ഈ കഥാപാത്രത്തെ പഠിക്കാൻ എടുത്തുകൊണ്ട് പോയി. അതുപോലത്തെ അഭിനയം. എൻ്റെ പൊന്നടവേ, മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ സൈക്കോ അങ്ങേ അറ്റമായി മാറി. ആഹാ, മനോഹരമായ കഥ പറച്ചിൽ. രാഹുൽ സദാശിവൻ്റെ ഭൂതകാലം കണ്ടവരൊക്കെ അദ്ദേഹത്തെ മനസ്സിലേറ്റിയതാണ്. കാരണം ഇദ്ദേഹം ഹൊറർ മൂഡിൽ ചിത്രങ്ങൾ ഒരുക്കാൻ മിടുക്കനാണ്. അപ്പോൾ അങ്ങനെ ഭ്രമയുഗം കടന്നു വന്നപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചു ഇതിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ആളുകൾ കാണോ? അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് തകർപ്പനായിട്ട് അവതരിപ്പിച്ച സൂപ്പർ പടം. മമ്മൂക്ക ചെയ്ത നെഗറ്റീവ് കഥാപാത്രം കൊടുമൻ പോറ്റി. ഈ കൊടുമൻ പോറ്റിനെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ടിനി ടോമില്ലേ, മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹം ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചു. നല്ലതുപോലെ ട്രോളേറ്റ് വാങ്ങി. ആളുകൾ കൂക്കി വിളിച്ചു. ആളുകൾ കമൻസുകൾ ഇട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ
ഏറി കയറ്റിയായിരുന്നു ടിനി ടോമിന്. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടക്കേട് തോന്നും ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടക്കേട് തോന്നും. കാരണം അതുപോലത്തെ കിട്ടിലും കഥാപാത്രമാണ്. അതും ഈ 70 അതിലേറെ വയസ്സിലിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മമ്മൂക്ക ചെയ്ത ഭ്രമയുഗത്തിലെ കൊട്ടുമ്മൻ പോറ്റി നെഗറ്റീവ് ഷെയ്ഡിൻ്റെ കൊല്ലം മാസമായിട്ട് അടിപൊളി സിനിമയാണ്. ഒന്ന് കാണാത്തവരൊന്നും കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടട്ടെ. ഇനി ഇതായി 2025 തന്നെ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം കടന്നു വരാൻ പോകുന്നു. ഈ ചിത്രത്തിലും മമ്മൂക്ക എന്ന താരപ്രഭ ചെയ്യാൻ പോകുന്നത് ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ തന്നെയാണെന്നാണ് വാർത്തകൾ വരുന്നത്. കാരണം സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ കൊടും ക്രിമിനലിനെയാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നെഗറ്റീവ് റോളിൽ അങ്ങനെ നമ്മുടെ മമ്മൂക്ക മിന്നുകയാണ്, തിളങ്ങുകയാണ്. അപ്പം എത്ര കഥാപാത്രങ്ങളല്ലേ. താരപദവിയിൽ നിൽക്കുന്ന ആ അഭിനയത്തിൻ്റെ ചക്രവർത്തി ഒരു മടിയും കൂടാതെ ചെയ്ത നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പം നിങ്ങളുടെ അറിവിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് റോളുകൾ നമ്മുടെ മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ, ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.